ഉണ്ണികൃഷ്ണൻ വധം പ്രതി ചേട്ടനോ? ക്വസ്റ്റ്യൻ മാർക്ക് ഫുൾ സ്റ്റോപ്പ്. കണ്ണൂരിനെ ഞെട്ടിച്ച ഉണ്ണികൃഷ്ണൻ വധക്കേസിലെ മുഖ്യ ആസൂത്രണം സംശയിക്കുന്ന ഉണ്ണികൃഷ്ണന്റെ ചേട്ടനും പ്രമുഖ യുവജന നേതാവും ഇടതുമുന്നണി പ്രവർത്തകനുമായ കരിവള്ളൂർ ശിവൻകുട്ടി പുറത്തു വിലസുന്നു. പോലീസിന്റെ പ്രത്യക്ഷത്തിലുള്ള സഹായവും ഇയാളെ രക്ഷപ്പെടുത്താനുള്ള ഉന്നതങ്ങളിലെ ചിലരുടെ കൊണ്ടുപിടിച്ച ശ്രമങ്ങളും ആശങ്കയോടെയാണ് കണ്ണൂരിലെ ജനങ്ങൾ നോക്കിക്കാണുന്നത്. തുടക്കം അങ്ങനെ കൊള്ളാം. പക്ഷേ ഇത് കണ്ടു കഴിയുമ്പോ സഹാക്കന്മാരുടെ അടുത്ത് നിന്നുള്ള പ്രതികരണം ഭയങ്കരമായിരിക്കുമെന്ന കാര്യം മറക്കരുത്. അവര് പ്രതികരിക്കട്ടെ രായപ്പേട്ട, അതല്ലേ നമുക്കും വേണ്ടത്. മാളത്തിനകത്ത് ചുരുണ്ടിടക്കുന്ന പാമ്പിനെ പോലെ അവന്മാരിപ്പോ തല്ലിക്കൊല്ലണമെങ്കിൽ ആദ്യം പുറത്തിറക്കണം. അതിന് ഇതുപോലുള്ള ചൂടും പുകയൊക്കെ ആവശ്യമാണ്. മാളത്തിൽ നിന്ന് ഇറങ്ങി കഴിയുമ്പോ എന്നെ അവരുടെ മുന്നിലേക്ക് എറിഞ്ഞു കൊടുത്തിട്ട് നിങ്ങൾ അങ്ങ് പോകും. എനിക്കാണെങ്കിൽ ഗൺമാനും സെക്യൂരിറ്റിയും ഒന്നുമില്ല. അവസാനം എന്റെ ചരമകാലം ഞാൻ തന്നെ അടിക്കേണ്ടി വരും. താൻ ധൈര്യമായിരിക്കണോ സത്യവാല? നിന്നെ ആരും ഒന്നും ചെയ്യില്ല. ആദ്യം വാർത്ത പുറത്തു വരട്ടെ. ചൂടുള്ള വാർത്ത. ഉണ്ണികൃഷ്ണൻ വധം പ്രതി ചേട്ടനോ? കണ്ണൂർ എക്സ്പ്രസ്. വാങ്ങിക്കോളൂ വാങ്ങിക്കോളൂ. ചൂടുള്ള വാർത്ത. ഉണ്ണികൃഷ്ണൻ വധം പ്രതി ചേട്ടനോ? കണ്ണൂർ എക്സ്പ്രസ്. വാങ്ങിക്കോളൂ വാങ്ങിക്കോളൂ. ഇന്നലെ സ്വന്തം അച്ഛന്റെ ഘാതകൻ, ഇന്ന് അനിയന്റെ ഘാതകൻ, അവൻ തന്നെ നാളെ സ്വന്തം അമ്മയുടെ ഘാതകനായി മാറുന്ന കാഴ്ചയും നമ്മൾ ഇനി കാണാനിരിക്കുന്നു. രക്തബന്ധങ്ങളൊന്നും ഇവർ തിരിച്ചറിയുന്നില്ല. ഹൃദയത്തിന്റെ സ്ഥാനത്ത് കരിങ്കല്ലുകൾ വെച്ച് പിടിപ്പിച്ചാണ് ഈ കുട്ടി സഖാക്കന്മാരെ പാർട്ടി തുറന്നു വിട്ടിരിക്കുന്നത്. അവരെന്തും ചെയ്യും, നമുക്കൊന്നും ചിന്തിക്കാൻ പോലും കഴിയാത്തത്. എതിരാളികളെയും സത്യം തുറന്നു പറയുന്നവരെയും വെട്ടിനുറുക്കി പാർട്ടി വളർത്തുകയാണ് ഇവരുടെ ലക്ഷ്യം. അത് വെറും ഒരു വ്യാമോഹം മാത്രം. ഇപ്പോൾ ക്യാമ്പസുകൾ ചോരക്കളമാക്കാനുള്ള ശ്രമമാണ് അവർ നടത്തുന്നത്. ഉണ്ണിയിലൂടെ അവരതിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എന്ത് തെറ്റായിരുന്നു ഉണ്ണി ചെയ്തത്? നന്നായി പഠിച്ചിരുന്നതോ? കൂട്ടുകാരെ മുഴുവൻ സ്വന്തം സഹോദരങ്ങളെ പോലെ സ്നേഹിച്ചിരുന്നതോ? കോളേജിന്റെ വാഗ്ദാനമായി വളർന്നു വന്നതോ? പാവം കുട്ടി, ചോരയിൽ കുളിച്ചു കിടന്ന അവന്റെ ആ നിഷ്കളങ്കമായ മുഖമാണ് ഇപ്പോഴെന്റെ മനസ്സിൽ. അതോർക്കുമ്പോൾ എന്റെ വാക്കുകൾ പതറുന്നു, ശബ്ദം ഇടറുന്നു, ശരീരം തളരുന്നു. ഇരിക്കൂ. ഇരിക്കാനല്ല, ഞങ്ങൾ ചിലത് അറിയാൻ വന്നതാണ്, ചിലത് ചോദിക്കാനും. ചോദിച്ചോളൂ. ഞങ്ങൾക്ക് അറിയേണ്ടത് ഉണ്ണിയെ നിങ്ങൾ എന്തിനാ കൊന്നതെന്നാ. ഉണ്ണി എന്ത് ചെയ്തിട്ടാ നിങ്ങൾ അവനെ? ആർക്കും ഒരു ഉപദ്രവം ചെയ്തിട്ടില്ലാത്ത ഞങ്ങളുടെ ഉണ്ണിയോട് വേണ്ടായിരുന്നു ഇത്. ശിവൻകുട്ടി എന്ത് എന്നാ പറയുന്നത്? പ്രശ്നങ്ങളുടെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ സംസാരിക്കരുത്. സത്യാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാം. ഉണ്ണിയുടെ നേതൃത്വത്തിൽ ഞങ്ങൾ കോളേജ് ക്യാമ്പസിൽ ഒരു രാഷ്ട്രീയ വിരുദ്ധ മുന്നണി ഉണ്ടാക്കിയപ്പോ അതിനെ ആദ്യം എതിർത്തത് നിങ്ങളുടെ പാർട്ടിയായിരുന്നു. കുറ്റബോധം കൊണ്ട് നാക്കിറങ്ങി പോവാൻ മാത്രം മൃദുലമൊന്നും അല്ലല്ലോ നിങ്ങളുടെയൊക്കെ മനസ്സ് ഹൃദയവും. അർത്ഥോ അവന്റെ മനസ്സ് കത്തി ആളുമ്പോഴാ നിന്റെ ഒടുക്കത്തൊരു വിചാരണ. ഒന്നിറങ്ങി പോകുന്നുണ്ടോ? ഞങ്ങൾ ഇറങ്ങി പോയേക്കാം, പക്ഷെ നിങ്ങളൊന്ന് ഓർക്കുന്നത് നന്ന്. ഉണ്ണി ഇല്ല എന്ന് വെച്ച് അവൻ ഉണ്ടാക്കി വെച്ച ആന്റി പൊളിറ്റിക്കൽ സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ ഇല്ലാതാവുമെന്ന് ആരും കരുതണ്ട. ക്യാമ്പസുകളിൽ നിന്ന് ക്യാമ്പസുകളിലേക്ക് ഞങ്ങൾ അതിനെ വളർത്തും. നമുക്ക് കാണാം. എന്താടാ ഇത്? എന്താണ് എന്താ ശിവൻകുട്ടി? എന്താ? അയ്യോ ചെറ്റ കള്ള നായിന്റെ മോനെ. ശിവൻകുട്ടി മാപ്പാക്കണം, എല്ലാരും കാണുന്നുണ്ട്. ഇതാണ് പത്രപ്രവർത്തനം, ജേർണലിസം. ഇതാണ് എന്റെ കോപ്പിലെ ജേർണലിസം. എന്റെ അനിയന്റെ കുഴിമൂടി മണ്ണുണങ്ങിട്ടില്ല, എന്റെ അമ്മയുടെ പെക്കടെ കണ്ണീര് തുറന്നിട്ടില്ല. അതിനു മുമ്പ് ഇതുപോലൊരു തന്തയില്ലാത്ത എഴുതി അച്ചടിക്കുന്നതിന്റെ പേരാണോ പത്രപ്രവർത്തനം? ശിവൻകുട്ടി അടിച്ചു പൊളിക്കട്ടെ എന്റെ ലോഡക്കാസ് പ്രസ്. അയ്യോ ശിവൻകുട്ടി അടിച്ചു പൊളിക്കരുത്. വേണ്ട, വേണേ പൊളിച്ചോ, മുഴുവൻ അടിച്ചു പൊളിച്ചോ, പക്ഷെ എന്നെ അടിക്കരുത്. ഞാനൊരു ഷുഗർ പേഷ്യന്റ് ആണ്, ഡയബറ്റീസ്. ദിവാകരനും MP-ആറും പറഞ്ഞു കയറ്റിയപ്പോ ഞാൻ എന്നെ തന്നെ മറന്നോന്നൊരു സംശയം. എനിക്കൊരു അബദ്ധം പറ്റി. നീ ദിവാകരനും MP-ആറും പറഞ്ഞാൽ മാത്രമേ കേൾക്കുള്ളൂ. നിർബന്ധമില്ല, ഒരിക്കലും ഇല്ല. ഇപ്പൊ ഞാൻ ശിവൻകുട്ടി എന്ത് പറഞ്ഞാലും കേൾക്കും. എന്നാ എഴുത്. ഓ ശരി. ചമല ഉണ്ട്, പറഞ്ഞോളൂ. താഴത്തങ്ങാടിലെ KC കോംപ്ലക്സിൽ ദിവാകരന്റെ ഒരു ബിനാമി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്ഫോടക വസ്തു ശേഖരത്തെ കുറിച്ച് എഴുത്. വേണ്ട, ബാക്കി പറയണ്ട, എല്ലാം ഞാൻ ഏറ്റു. ശിവൻകുട്ടി ഹെഡിങ് കേൾക്കണോ? പി ദിവാകരന്റെ വെടിമരുന്ന് കലവറ. എങ്ങനെയുണ്ട്? എന്ത് കോപ്പായാലും പ്രിന്റിങ്ങിന് കേട്ടടാ. മാറ്റ് ഇത് കേറ്റ്.
അമ്മേ ഇനി ഇത്തിരി കഞ്ഞി കുടിക്കണം, എന്നിട്ട് കിടന്നോളൂ. കഞ്ഞി കുടിക്കാൻ എന്റെ മോൻ വരുവോ? ഉണ്ണി, അവൻ വന്നാലേ എനിക്ക് ഒരു തുള്ളി വെള്ളം ഇറങ്ങും. അമ്മേ സഖാ വേക്കെ വന്നിരുന്നു, തിരുവനന്തപുരത്ത് നിന്ന് വരുന്ന വഴി. എന്തു പറഞ്ഞു? ആശ്വസിപ്പിക്കാൻ എന്തെല്ലോ പറഞ്ഞു. തൽക്കാലം റിയാക്ട് ചെയ്യേണ്ടെന്ന്, പാർട്ടി പറയുന്നവരെ കാത്തിരിക്കാൻ. ഞാൻ ഉണ്ണിയെ കൊന്നവരുടെ പുറകെയാണെന്ന് അറിഞ്ഞിട്ടുള്ള വരവാ. സ്വന്തം അനിയന്റെ കാര്യമാകുമ്പോ ശിവൻ അടങ്ങിയിരിക്കില്ല എന്നുള്ള ഭയം പാർട്ടിക്കുണ്ടെന്നൊരു സൂചന. പിന്നെ ഉണ്ണിയുടെ അസോസിയേഷൻ്റെ ആളുകൾ തന്നെയാവും മരണത്തിന് പിന്നിലെന്നൊരു ഊഹം. സംഘടന ശക്തിപ്പെടുത്താൻ രക്തസാക്ഷികളെ സൃഷ്ടിക്കുന്ന പൊളിറ്റിക്കൽ തന്ത്രം. സഖാവേക്ക് എങ്ങനെ ചിന്തിച്ചതിൽ തെറ്റില്ല. പക്ഷേ അത് കുറച്ച് പാവം ചെക്കന്മാരുടെ ഒരു ഗ്രൂപ്പല്ലേ, അവരാ വഴിക്കൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കളി മറ്റാരോ കളിച്ചതാണ്. കോളേജ് ക്യാൻറ്റീൻ നടത്തുന്ന ഗോപാലേട്ടനെ ഞങ്ങൾ കണ്ടിരുന്നു. അന്ന് രാവിലെ തൊട്ട് കോളേജിൽ കറങ്ങി നടന്ന ഒരുത്തനെ കുറിച്ച് മൂപ്പരൊരു സംശയവും പറഞ്ഞു. കോളേജ് ക്യാമ്പസിൽ കണ്ടു പരിചയമില്ലാത്തൊരുത്തൻ വോൾഗ ബാറിൽ വെച്ച് അന്നൊരു കച്ചറ ഉണ്ടായപ്പോ അവിടെ ഇവനെ കണ്ടൊരു പരിചയം അയ്യപ്പട്ടൻ അനിയൻ ചന്ദ്രനും പറഞ്ഞു. ഏതായാലും അവിടുത്തെ എൽസിയിലെ സഹാക്കളോട് വിവരം പറഞ്ഞിട്ടുണ്ട്, ഒന്ന് അരിച്ചു പെറുക്കി നോക്കാൻ. പുറമേ നിന്നും ആളെ ഇറക്കി കളിക്കണമെങ്കിൽ നമുക്കിറങ്ങാം. എനിക്കതറിയണം, അറിഞ്ഞേ പറ്റൂ. ഇനി എന്തിനാ സഖാക്കളെ ഈ രഹസ്യയോഗം? ചെയ്ത കൊലപാതകം എങ്ങനെ മൂടി വയ്ക്കാമെന്ന് ആലോചിക്കാനാണോ? ചേച്ചി, സഖാവ് ശിവൻകുട്ടി, വഴിമുടക്കി നിൽക്കുന്നത് സ്വന്തം അനിയനായാലും കൊന്നു കുഴിച്ചു മൂടാൻ മനക്കരുത്തുള്ള നിന്നോട് ഞാനൊന്ന് ചോദിച്ചോട്ടെ. ഉണ്ണിയെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചപ്പോ നിനക്ക് അമ്മയുടെയും എന്റെ മുഖമൊന്ന് ഓർക്കാമായിരുന്നില്ലേ? എന്നിട്ട് ഇത്തിരി ദയ അവനോട് കാട്ടാമായിരുന്നില്ലേ? കൈയും കാലും നിന്റെ കൈ കൊണ്ട് തല്ലി ഒടിച്ച് ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കിടത്താമായിരുന്നില്ലേ? എങ്കിലാ പാവ അമ്മയ്ക്ക് ചാവുന്നത് വരെ അവനെ ഒന്ന് കാണാനെങ്കിലും. ചേച്ചി എന്താ പറയുന്നത്? ഞാൻ ഉണ്ണിയെ... അതെ, എനിക്കറിയാം. കോളേജിൽ അവനെ നേരിടാൻ നീ നിന്റെ പാർട്ടിയും കാണുമെന്ന് അന്ന് നീ പറഞ്ഞില്ലേ? പക്ഷെ ഞാനത് വിശ്വസിച്ചില്ല. നിനക്കവനെ കൊല്ലാൻ കഴിയുമെന്ന് ഞാൻ ഒരിക്കലും ചിന്തിച്ചേയില്ല. ഇല്ല ചേച്ചി, നമ്മുടെ ഉണ്ണിയെ ഞാൻ... നീ അത് ചെയ്യും ശിവൻകുട്ടി, നീ ചെയ്യും. നീ അത്രയ്ക്ക് മാറിപ്പോയി. എനിക്ക് ഭയമാണ് നിന്നെ കാണുമ്പോ. കഴിയുമെങ്കിൽ നിനക്കൊരു ഉപകാരം ചെയ്യാം. സ്ഥിരബുദ്ധി നഷ്ടപ്പെട്ടു തുടങ്ങിയ അമ്മയെയും എല്ലാത്തിന്റെയും ഇടയിൽ നിന്നൊരുങ്ങുന്ന എന്നെ മറന്നിട്ട് പോ. ഇങ്ങോട്ട് വരാതിരിക്കെ ഞാൻ തൊഴുതു പറയാ. പോ, എങ്ങോട്ടെങ്കിലും പോ. എന്താ ശിവേട്ടാ, ഫോണിലൂടെ എനിക്കൊന്നും വ്യക്തമായില്ല. നീ ഓഫീസ് ടൈമിൽ ഇറങ്ങി വരേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. ഇന്നലെ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ മുതൽ നിന്നെ കാണാൻ ആഗ്രഹിച്ചതാ. ആരോടെങ്കിലും, അതും പറഞ്ഞാൽ മനസ്സിലാവുന്ന ആരോടെങ്കിലും. എന്നെ മനസ്സിലാക്കുന്ന ഈ ഭൂമിയിലിപ്പോ അങ്ങനെ ഒരാളായിട്ട് നീയേ ഉള്ളൂ. ശിവേട്ടൻ ഇങ്ങനെ നെർവസ് ആയാലോ? എടോ, ശിവൻകുട്ടി രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ട് നടക്കുന്നതിനിടയിൽ വീട് മറന്നിട്ടുണ്ടാവാം. സ്നേഹം തന്നവർക്കൊന്നും തിരിച്ചു കൊടുത്തിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. പക്ഷേ എന്റെ അനിയനെ, എന്റെ ഉണ്ണിയെ ഞാൻ കൊന്നു എന്ന് എന്റെ ചേച്ചി തന്നെ പറഞ്ഞപ്പോ ഞാനൊരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല, ഒരു മനുഷ്യൻ കൂടെയാണ് അനി. ആരോ വൃത്തികെട്ട രാഷ്ട്രീയ പകപോക്കൽ നടത്തിയിട്ടുണ്ട്. അതാരായാലും ശിവൻകുട്ടി വിടില്ല. കരിവള്ളൂർ തറവാടിന് രക്തസാക്ഷികളെ മാത്രമല്ല, കൊലപാതകയെ കൂടെ സൃഷ്ടിക്കും എല്ലാരും ചേർന്ന്. ശിവേട്ടാ, നമുക്ക് വീട്ടിലേക്ക് പോവാം, വരൂ. ബാലേട്ടൻ ഇറങ്ങായോ? അതെ,
എന്താ സഖാവേ ഒന്ന് കാണാൻ കൂടി കിട്ടുന്നില്ലല്ലോ. ഇവിടെ മറ്റു ജില്ലം ജീവിച്ചിരിപ്പുണ്ട്. അതിന് നിനക്ക് സന്ദർശകരുടെ കുറവൊന്നുമില്ലല്ലോ. നീ ബാലിനെ ഉദ്ദേശിച്ചാണോ? നിനക്കത് ഇനിയും വിടാറായില്ലേ ശിവ? വിടാൻ ഞാൻ എന്തുദ്ദേശിച്ചാലും നിനക്കൊക്കെ വേണ്ടേട്ടാ, അല്ലെങ്കിൽ ശിവേട്ടൻ ഇന്ന് വളരെ അപ്സെറ്റ് ആണ്. എനിക്കറിയാം ആനി. ഉണ്ണിയുടെ കാര്യം ബാലേന്ദ്രൻ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നതും അതാ. ഉണ്ണിയുടെ ഘാതകരെ എത്രയും പെട്ടെന്ന് കണ്ടെത്താനുള്ള ഒരേ ഒരു വാശിയില്ല അവൻ. ഉണ്ണിയുടെ മരണത്തിൽ അവനും ഏറെ ദുഃഖമുണ്ട്. വേണ്ട, എന്റെ അനിയന്റെ മരണത്തിൽ ദുഃഖിക്കാൻ മാത്രം അവൻ എന്ത് ബന്ധമുള്ളത്? എന്റെ അച്ഛനെ കൊന്ന പശ്ചാത്താപമോ? എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്തൊക്കെയാ പറഞ്ഞു വരുന്നതെന്ന്. ശിവ, നീ ഇപ്പോഴും ബാലിനെ വല്ലാതെ തെറ്റിദ്ധരിക്കുന്നു. എന്റേത് ശരിയായ ധാരണ തന്നെയാണ്. ആർക്കും നിന്നെ പറഞ്ഞ് തിരുത്താനാവില്ല. ഹലോ സർ, സർ ഒട്ടും വൈകാതെ കണ്ടെത്തിക്കും സർ. സർ ഫോഴ്സ് മുഴുവൻ അലേർട്ടാണ് സർ. അറിയാം സർ, തീർച്ചയായും സർ. സർ CM ഉണ്ണിയെ കൊലപ്പെടുത്തിയവരെ എത്രയും പെട്ടെന്ന് കണ്ടെത്തണമെന്ന്. പുസ്തക പത്രക്കാരും പ്രതിപക്ഷവും ശിവൻകുട്ടിക്കും പാർട്ടിക്കുമെതിരെ ഇതൊരു ആയുധമാക്കി കൊലവിളി തുടങ്ങിയിരിക്കുക. പാർട്ടിക്ക് അത് ക്ഷീണമാണ്. പാർട്ടിയുടെ ക്ഷീണത്തെക്കുറിച്ച് പറയുന്നവർ മറന്നു പോകുന്നുണ്ട് സർ. പ്രശ്നങ്ങൾക്കിടയിൽ കിടന്ന് ശ്വാസം മുട്ടിച്ചാകുന്ന കാക്കി കുപ്പായക്കാരെ. സത്യമാണോ ജെയിംസ്? ഇവരെക്കാൾ തിരക്കുണ്ട് എനിക്ക് അവനെ കണ്ടെത്താൻ. ഡിപ്പാർട്ട്മെന്റിനോടും പാർട്ടിയോടുള്ള കമ്മിറ്റ്മെന്റിനേക്കാൾ വലുത് ആ കുടുംബത്തോടുള്ള കടപ്പാടാ. ആ വീട്ടില് ഉണ്ണിയുടെ ഏട്ടന്റെ സ്ഥാനമായിരുന്നു എനിക്ക്. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും പുകച്ച് പുറത്തു ചാടിക്കുന്നതന്നെ. ഉണ്ണിയുടെ ഘാതകനെ കുറിച്ച് കമ്പ്യൂട്ടർ അനാലിസിസ് വിങ്ങിൽ നിന്നും കൊടുത്തയച്ച റിപ്പോർട്ടാണിത്. ജെയിംസ് സർ, ഇത് ആളിനറിയുമോ സർ? കുറച്ചു വർഷം പുറകോട്ട് പോകണം, എങ്കിലേ ചിത്രം വ്യക്തമാകും. ജെയിംസ് സർ, താൻ വരുന്നു. വരാം സർ.